ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ട്രേറ്റ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത മിസ്റ്ററി, ഹൊറർ, സൈഫൈ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ഇത്രയും കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരടിപൊളി തായ്ലൻഡ് വെബ് സീരീസ് ആണ്. അതിന്റെ പേര് ഡോണ്ട് കം ഹോം. ഈ വെബ് സീരീസിന് ടോട്ടൽ 6 എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡും ടെസ്റ്റ് ഓരോ സീനും കാണാൻ നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. കാരണം അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ. അത്രയ്ക്കും സൂപ്പർ വെബ് സീരീസ് ആണിത്, അതിന് ഞാൻ ഗ്യാരണ്ടി. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് ആ നിഗൂഢതകൾ നിറഞ്ഞ ആ സ്റ്റോറിയിലേക്ക് പോകാം. രാത്രി ഒരു 3:14 കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴുണ്ട് ഒരു കൊച്ചു പെൺകുട്ടി എന്തോ സൗണ്ട് കേട്ട് ഞെട്ടി ഉണരുന്നു. പെട്ടെന്ന് ആ കുട്ടി ഇരുന്ന കട്ടിലും ആ റൂമിലുണ്ടായിരുന്ന മറ്റു സാധനങ്ങളുമെല്ലാം പറക്കുകയാണ്. അവൾ പേടിച്ച് അമ്മയെന്ന് അലറി വിളിക്കുന്നു. ഇത് കേട്ട് അമ്മ ഓടി വന്നിട്ട് മെൻ എന്ത് പറ്റി, കഥക് തുറക്കെന്ന് പറഞ്ഞ് അമ്മ ഡോറിനിട്ടടിക്കുന്നു. താമസിക്കാതെ ഈ കുട്ടി കട്ടിലിൽ നിന്ന് താഴെ വീഴുകയാണ്. എന്നിട്ട് തലയുയർത്തി നോക്കുമ്പോൾ ഒരു ഭൂതമാണോ അതോ പ്രേതമാണോ എന്തോ ഒരു സാധനം അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ കുട്ടി അണ്ണാക്ക് വെച്ച് കരയുന്നു. അപ്പോൾ ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് ഈ മൂവിയുടെ പേരെഴുതി കാണിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ സംഭവം നടക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് വാരി എന്ന് പറയുന്ന ഒരു പെണ്ണ് കാറിൽ പോകുന്നു. വാരിയുടെ മുഖത്ത് അടി കെട്ടിയ പാടുണ്ട്. മാത്രമല്ല അവളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് മിൻ. അപ്പോഴുണ്ട് വാരിയുടെ ഹസ്ബൻഡിന് കോൾ വരുന്നു. എന്നാൽ വാരി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ അവൾ കുട്ടിയുമായി ഹസ്ബൻഡിനെ വിട്ട് മറ്റെവിടേക്കോ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പ് എത്താറായപ്പോൾ വാരി കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. സോ ഞാൻ പറയുന്നത് വരെ മോളി ടവൽ മൂടി മറങ്ങി നിൽക്കണമെന്ന് പറയുമ്പോൾ കുട്ടി അതുപോലെ ചെയ്യുന്നു. ശേഷം വാരി പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും കയറി അത്യാവശ്യ സാധനങ്ങളും വാങ്ങി തിരിച്ച് കാറിൽ കയറി കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. വാരി വല്ലാതെ പാനിക്കായി മകളെ നോക്കുമ്പോൾ കുട്ടി ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ നിന്ന് ഞാൻ ഇവിടെ ഉണ്ട് അമ്മ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. അപ്പോഴാണ് വാരിക്ക് ശ്വാസം നേരെ വീണത്. ശേഷം അവർ കാർ ഡ്രൈവ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഹസ്ബൻഡിന്റെ കോൾ വരുന്നു. എന്നാൽ വാരിയാണെങ്കിൽ ആ ഫോൺ എടുത്ത് കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും വാരി നല്ല മയക്കത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ ഭാഗ്യത്തിന് വാരി ഓടിച്ച് മാറ്റിയത് കൊണ്ട് ജസ്റ്റ് മിസ് ഒരു ആക്സിഡന്റ് ഒഴിവായി. സോ വാരി ഉറക്കം വരുന്നത് കൊണ്ട് വീണ്ടും ഡ്രൈവ് ചെയ്യാതെ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു പോലീസുകാരൻ വാരിയെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുന്നു, മേഡം ഇവിടെ എന്താണ് നിർത്തിയിട്ടിരിക്കുന്നത്? അത് ഉറക്കം വന്നതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിട്ട് ഉറങ്ങിയതാണെന്ന് പറയുമ്പോൾ ഓക്കെ മേഡം, പെട്ടെന്ന് ഇവിടെ നിന്ന് വണ്ടി എടുത്തോളൂ, വലിയ ട്രക്കുകളൊക്കെ പോകുന്ന വഴിയാണ്. അങ്ങനെ വീണ്ടും വാരി ഡ്രൈവ് ചെയ്ത് കാടിനടുത്തുള്ള ഒരു പഴയ വീട്ടിലേക്ക് വരുന്നു. ഈ വീട് വാരിയുടെ അമ്മയുടെ വീടാണ്. 30 വർഷത്തിന് മുമ്പ് വാരി അവളുടെ അമ്മയുമായി ഈ വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോയതാണ്. അതായത് വാരിയുടെ ചെറിയ പ്രായത്തിലാണ് ഈ വീട്ടിൽ താമസിച്ചത്. പിന്നീട് ഇപ്പോഴാണ് അവൾ തിരിച്ചു വരുന്നത്. ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ഇനി മകളുമായി ഈ വീട്ടിൽ ജീവിക്കാനായിരുന്നു അവളുടെ തീരുമാനം. എന്നാൽ മിൻഡിനെ ഈ വീട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും വാരിക്ക് അവിടെ ജീവിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. പിന്നീട് രണ്ടുപേരോട് ചേർന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ വാരിയുടെ ബാഗിൽ ഒരു ഗണ്ണിരിക്കുന്നത് കാണിക്കുന്നു. ആ ടൈമിൽ ആരോ കതകിന് തട്ടിയതനുസരിച്ച് വാരി മകളെ അകത്തിരുത്തിയിട്ട് ഡോർ തുറന്നു നോക്കുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം വാരിയുടെ അമ്മയുടെ ഡ്രൈവറായിരുന്നു. ഈ വീട്ടിൽ ആരോ വന്നിട്ടുള്ളതറിഞ്ഞ് അയാൾ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വാരിയെ കണ്ടപ്പോൾ എവിടെ കണ്ട പോലെ ഒരു ഓർമ്മ അയാൾക്ക് വരുന്നു. എന്നാൽ ശരിക്കും ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ വാരി ഇതുപോലെ ആരാണെന്ന് അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് വാരിയുടെ ഫോൺ നഷ്ടമായെന്ന് പറയുമ്പോൾ അയാൾ ഒരു പുതിയ ഫോണും സിമ്മും വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇവിടെ എപ്പോഴും കറണ്ട് പോകാറുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മെഴുകുതിരിയും വാങ്ങിച്ചിട്ടുണ്ട്, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം അവൾ വീടിനകത്തേക്ക് വരുമ്പോൾ കട്ടൻ നീക്കിയിട്ടിരിക്കുന്നത് കണ്ട് മിൻഡിനോട് ചോദിക്കുന്നു, എന്തിനാണ് ആ കട്ടൻ മാറ്റിയിട്ടത്? ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ കുട്ടി പറയുന്നു, ഇല്ലമ്മ ഞാനല്ല, അത് തനിയെ നീങ്ങിയതാണ്. എന്നാൽ വാരി അതൊന്നും ശ്രദ്ധിക്കാതെ കട്ടൻ കവർ ചെയ്യുന്നു. പിന്നീട് അന്ന് രാത്രിയിൽ TV ഓൺ ആക്കുമ്പോൾ TV വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ എന്തോ ഒരു ഭൂതത്തിനെ പോലുള്ള ഒരു റിഫ്ലക്ഷൻ TVയുടെ സ്ക്രീനിൽ കാണുമ്പോൾ മിന്നു തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ഒന്നിനെയും കണ്ടില്ല. എന്നിരുന്നാലും മിന്നിന് വല്ലാത്ത ഭയം തോന്നി തുടങ്ങി. ആ ടൈമിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. വാരി മിൻഡിനെ അവിടെ നിർത്തിയിട്ട് മുകളിലത്തെ ജനൽ അടയ്ക്കാനായി പോയി. വീണ്ടും താഴത്തെ ഫ്ലോറിലെ ഒരു വിൻഡോ ഡോർ അടച്ചിട്ട് വരുമ്പോൾ ഒരു ഡോർ പൂട്ടിയിരിക്കുന്നത് മിന്നിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ആ ഡോറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വാരിയും അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, മോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതമ്മ, ഈ റൂം എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നേ? വാരി അപ്പോൾ പറയുന്നു, ഇത് എൻ്റെ അമ്മയുടെ റൂമാണ്. ചെറുതായിരിക്കുമ്പോൾ ഞാനും ഈ റൂമിൽ കയറിയിട്ടില്ല. ഒരു പക്ഷേ ഇതിൽ അമ്മയുടെ
വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണുമായിരിക്കും. ശേഷം വാരി മിന്നിനെയും കൂട്ടി ഫുഡ് കഴിക്കാനായി വന്നിരിക്കുന്നു. അപ്പോഴുണ്ട് കറണ്ട് ആണെങ്കിൽ വെട്ടി വെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഉടനെ കറണ്ട് പോവുകയും ചെയ്തു. മിൻ്റാണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുന്നു. ഇത് കണ്ട് വാരി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മിൻ്റ് മുമ്പിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ വാരി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നിനെയും കണ്ടില്ല. വീണ്ടും കറണ്ട് പോയും വന്നു നിൽക്കുകയാണ്. അപ്പോഴുണ്ട് മീൻ വീണ്ടും പേടിച്ച് വേറെ ചാലാറുന്നു. കാരണം വാരിയുടെ ബാക്കിൽ ഒരു വലിയ പ്രേതം പോലെ തോന്നിക്കുന്ന ഒരു രൂപം. എന്നാൽ വാരി അതിനെ കണ്ടില്ല. ശേഷം വാരി ജനറേറ്റർ നോക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ മിന്നും പേടിച്ച് അവളുടെ കൂടെ പോകുന്നു. അങ്ങനെ ജനറേറ്റർ ഓൺ ആക്കിയപ്പോൾ എല്ലാ റൂമിലെയും ലൈറ്റ് ഓൺ ആയി. എന്നാൽ ആ പൂട്ടിക്കിടന്ന റൂമിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് കാണാം. പെട്ടെന്ന് തന്നെ ഒരു സൗണ്ടോട് കൂടി ഈ ലൈറ്റ് എല്ലാം ഓഫായി. ശേഷം ഇവർ മെഴുകുതിരിയെല്ലാം കത്തിച്ച് രണ്ടുപേരും കൂടി ഉറങ്ങാനായി ബെഡിലേക്ക് പോയി. ഉറങ്ങുന്നതിന് മുമ്പ് മിൻറ്റ് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബുക്ക് വാരിക്ക് കൊടുത്തിട്ട് അത് വായിച്ചു തരാനായി പറയുന്നു. അതിനുശേഷം അവർ ആ രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. പിന്നീട് അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ വാരി അവളുടെ റൂമിലെ ബെഡിനടിയിൽ ഒളിച്ചു. മിൻ വാരിയെ നോക്കി ആ റൂമിലേക്ക് വന്നെങ്കിലും അവൾ ബെഡിനടിയെ നോക്കാതെ തിരിച്ചുപോയി. സോ വാരി അവിടെ നിന്നിറങ്ങി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ മീൻ ഒരു മാസ്ക് ധരിച്ച് പോകുന്നത് കണ്ട് വാരി അവളെ ഫോളോ ചെയ്തു. അപ്പോഴുണ്ട് മീൻ കുറെ ബുക്കുകൾ ഇരിക്കുന്ന ഒരു റൂമിൽ കയറി. പിറകെ വന്ന വാരി അവളെ നോക്കുമ്പോൾ മിന്നാണെങ്കിൽ കളർ ചെയ്യുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് മാസ്ക് ധരിച്ച ആ പെൺകുട്ടി വാരിയെ നോക്കിയതും അമ്മയെ നോക്കി നടന്ന മീൻ ഓടി വന്നിട്ട് അമ്മയെ തട്ടിയിട്ട് അമ്മ എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നേ? വാരി അപ്പോൾ ഞെട്ടിപ്പോയി. മീൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ മാസ്ക് ധരിച്ച ആ കുട്ടി ആരാണെന്ന് ചൊല്ലി അവൾ മുന്നോട്ട് നോക്കുമ്പോൾ മാസ്ക് ധരിച്ച ആ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ വാരി ആ റൂമിൽ വന്ന് പരിശോധിക്കുമ്പോൾ കുറച്ച് ഡ്രോയിങ് ബുക്കുകളും പിന്നെ പേപ്പർ വെച്ചുണ്ടാക്കിയ ചില ടോയ്സുകളും കണ്ടു. അത് വെച്ച് അവർ രണ്ടുപേരും കൂടി കളിക്കുന്നു. ശേഷം അന്ന് രാത്രി അവർ കിടന്നുറങ്ങുമ്പോൾ മിന്നാണെങ്കിൽ പേടിച്ചുണരുന്നു. വാരി അപ്പോൾ അവളെ സമാധാനപ്പെടുത്തി ഉറക്കി. പിന്നീട് അടുത്ത ദിവസം രാവിലെ വാരി കണ്ണു തുറന്നു നോക്കുമ്പോൾ മാസ്ക് ധരിച്ച ആ പെൺകുട്ടി മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് ആ കുട്ടി വിൻഡോയ്ക്ക് നേരെ കൈ ചൂണ്ടി കാണിച്ചു. ഇത് കണ്ട് വാരി അങ്ങോട്ട് നോക്കുമ്പോൾ മിൻ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അവൾ ജനൽ തുറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ വാരി അടുത്തേക്ക് വന്നിട്ട് മിന്നിനോട് പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ ജനൽ തുറക്കരുതെന്ന്. ഇത് പറഞ്ഞിട്ട് വാരി തിരിഞ്ഞു നോക്കുമ്പോൾ മാസ്ക് ധരിച്ച ആ കുട്ടിയെ കാണുന്നില്ല. വാരിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ശേഷം മിന്നിനെയും കൂട്ടി വാരി ബീച്ചിലേക്ക് പോയി രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഇതിനിടെ വാരി ആ ഡ്രൈവറിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഡ്രൈവർ തിരിച്ചു ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. വാരി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മുന്നോട്ട് നോക്കുമ്പോൾ മീനിനെ കാണുന്നില്ല. അവൾ വല്ലാതെ പാനിക്കായി അവിടെയെല്ലാം നോക്കുകയാണ്. എന്നാൽ മീൻ അവിടെ പാറക്കെട്ടിന്റെ മറവിൽ ഒളിഞ്ഞു നിന്നതായിരുന്നു വാരിയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മിനിന് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ വാരിക്ക് ഭർത്താവിൻ്റെ അടുത്ത് ഇനി പോകാൻ പറ്റില്ല, അദ്ദേഹം ഉപദ്രവിക്കില്ലേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവിടെ നടന്നു പോകുന്നതായി വാരിക്ക് തോന്നി. സോ വാരി ചെന്ന് നോക്കുമ്പോൾ അത് മാസ്ക് ധരിച്ച കുട്ടിയാണ്. ഈ സമയം മീൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഓടുന്നു. ഇത് കണ്ടിട്ട് വാരിയും അവളുടെ പിറകെ ഓടി. അങ്ങനെ മീൻ അവിടെ നിന്ന് ഓടിപ്പോയി വീടിന് ബാക്കിലുള്ള കാട്ടിൽ നോക്കി നിൽക്കുകയാണ്. വാരിയും ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ? അപ്പോൾ ആരോ എന്നെ വിളിച്ചെന്ന് മീൻ പറയുന്നു. എന്നാൽ വാരി അവിടെയൊക്കെ നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അവൾ വേഗം മകളെയും കൂട്ടി വീടിനുള്ളിലേക്ക് പോകുന്നു. ശേഷം പേപ്പർ ടോയ്സ് ഒക്കെ ഇരിക്കുന്ന ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു മാസ്ക് ഇരിക്കുന്നത് വാരി കണ്ടു. അവൾ അതെടുത്ത് നോക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഇട്ടിരുന്ന അതേ മാസ്ക്. പിന്നീട് അന്ന് രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയും വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വാരിയുടെ പിറകിൽ ആ പേടിപ്പിക്കുന്ന രൂപം കണ്ട് മീൻ പേടിച്ച് അലറിക്കരയുന്നു. വാരി വേഗം മകളെ എടുത്തിട്ട് റൂമിൽ ചെന്നിട്ട് കുട്ടിയെ സമാധാനപ്പെടുത്തി. അപ്പോൾ ആ പേപ്പർ ടോയ്സിൽ ഒരു വലിയ മനുഷ്യരൂപത്തിൽ ചെയ്ത പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഞാൻ കാണുന്നത് ഇതുപോലത്തെ ഭൂതത്തിനെയാണെന്ന് മീൻ വാരിയോട് പറയുന്നു. അതിനുശേഷം മിന്നിനെ ഉറക്കിയിട്ട് വാരി താഴെ വന്നിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി മുന്നിൽ നിൽക്കുന്നു. വാരി കുട്ടിയോട് മോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ സമയം 3:14. മീൻ റൂമിൽ തനിച്ചാണ്. പെട്ടെന്ന് മീൻ അലറിക്കരയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. വാരി ഓടിപ്പോയി മീൻ എന്തു പറ്റിയെന്നും പറഞ്ഞ് കതകിനിട്ട് തട്ടുകയാണ്. അകത്ത് മീനാണെങ്കിൽ ഭയന്ന് വരച്ച് കട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് ആ കട്ടിലും റൂമിലുണ്ടായിരുന്ന മറ്റു സാധനങ്ങളെല്ലാം പറക്കാൻ തുടങ്ങി. അപ്പോൾ മീൻ ആ കട്ടിലിൽ നിന്ന് താഴെ വീണു. എന്നിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ആ രൂപം അവൾ ഭയന്ന് അലറി. ആ റൂമിൽ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. മീൻ പേടിച്ച് ആ ഷെൽഫിൽ കയറി ഒളിഞ്ഞു നിന്നു. അപ്പോഴത്തേക്കും വാരി ഡോർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ എല്ലാം വാരി വിതറിക്കിടക്കുകയാണ്. അത് മാത്രമല്ല മിന്നിനെ അവിടെ എങ്ങും കാണുന്നില്ല. മിൻ ഒളിച്ചു നിന്ന് ഷെൽഫ് തുറന്ന് നോക്കുമ്പോഴും കുട്ടിയെ അതിലും കാണുന്നില്ല. അപ്പോൾ മിൻ എവിടെ പോയി? വാരി വീടിന് വെളിക്കിറങ്ങി മിൻ പോയി നിന്ന് ആ കാടിന്റെ ഭാഗത്ത് നോക്കിയിട്ടും കുട്ടി കണ്ടില്ല. അവൾ കുട്ടിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം ഒരു ലേഡി ഓഫീസറായ ഫ വാരിയുടെ വീട്ടിലേക്ക് വരുന്നു. ഫ പ്രഗ്നന്റ് ആയിരുന്നു. ഫ
ഫായുടെ കണ്ടീഷൻ കണ്ട് വേറെ പോലീസുകാരില്ലേ എന്ന് വാരി ചോദിക്കുമ്പോൾ അവർ ഉടനെ വരുമെന്ന് ഫാ മറുപടി നൽകി. ശേഷം ഫാ തലേന്ന് നടന്നതെല്ലാം വാരിയിൽ നിന്ന് ചോദിച്ചറിയുന്നു. എന്നിട്ട് മിന്നിന്റെ ഒരു ഫോട്ടോ നൽകാനെന്ന് പറയുമ്പോൾ വാരി പറയുന്നു, എൻ്റെ ഫോൺ മിസ്സായി, ഇപ്പോൾ ഒരു പുതിയ ഫോണാണ് കയ്യിലുള്ളത്, അതിൽ മിന്നിന്റെ ഫോട്ടോ ഇല്ലെന്നും പറയുന്നു. ശേഷം മിന്നിനെ കാണാതായ ആ റൂമിൽ വന്ന് നോക്കിയിട്ട് ഇതെന്താ എല്ലാം വാരി വിതറി കിടക്കുന്നേ എന്ന് ഫാ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ കതക് തുറന്ന് നോക്കുമ്പോൾ എല്ലാം പറക്കുന്നതാണ് കണ്ടത്, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം താഴെ വീണ് പൊട്ടിയെന്ന് വാരി പറയുമ്പോൾ ഫായ്ക്ക് ഇതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫായുടെ അസിസ്റ്റന്റും അവിടെ എത്തുന്നു. എന്നിട്ട് മിന്നു ഉപയോഗിച്ചിരുന്ന ഓരോ സാധനത്തിന്റെയും ഫോട്ടോ എടുത്തു. ശേഷം വെളിയിലേക്ക് നോക്കുമ്പോൾ പുറത്ത് ഒരു റൂം കണ്ട് അതെന്താണെന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ ജനറേറ്റർ റൂമാണെന്ന് വാരി ആൻസർ നൽകി. അങ്ങനെ അവർ ആ ജനറേറ്റർ വന്ന് നോക്കിയിട്ട് അന്തം വിട്ടു. ഇത്രയും വലിയൊരു ജനറേറ്റർ ഈ ഒരു വീടിന് വേണ്ടി മാത്രം എന്തിനാണെന്ന് ഫാ ചോദിക്കുമ്പോൾ ഇതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ സെറ്റ് ചെയ്തതാണെന്ന് വാരി പറയുന്നു. ഇതേ സമയം വാരിയുടെ അമ്മയുടെ ഡ്രൈവർ അവിടേക്ക് വരുന്നു. പോലീസ് ഇവിടെ വന്നത് എന്തിനാണെന്ന് ഡ്രൈവർ തിരക്കുമ്പോൾ ഫാ പറയുന്നു, വാരിയുടെ മകളെ കാണാതായി, നിങ്ങൾ ആ കുട്ടിയെ ഇവിടെ എങ്ങാനും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ ഷോക്കായി. എന്നിട്ട് ഡ്രൈവർ ചോദിക്കുകയാണ്, വാരിയുടെ മകളോ? വാരി തനിച്ചാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസേഴ്സിന് ഞെട്ടുന്നു. ഇവിടെ പോലീസ് ആകെ കൺഫ്യൂസ്ഡ് ആണ്. വാരി ശരിക്കും കുട്ടിയുമായാണോ ഇവിടെ വന്നത് അതോ അല്ലയോ? അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഫാ അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ ഫായുടെ നമ്പർ വാരിക്ക് കൊടുത്തിട്ട് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫാ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് വാരി പറഞ്ഞതനുസരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വാരി കയറിയ ആ പെട്രോൾ പമ്പിലും സൂപ്പർ മാർക്കറ്റിലും പോയി CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോഴും ആ കാറിൽ ഒരു കുട്ടിയുള്ളതായി കാണുന്നില്ല. എന്നാൽ കാറിൽ വെച്ച് വാരി ആരോടോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കാറിൽ ആരെയും കാണുന്നുമില്ല. അവർ അവിടുത്തെ എംപ്ലോയീസിനോട് ചോദിക്കുമ്പോഴും അവരും പറയുന്നുണ്ട് അതിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പോലീസ് ഇതും കൂടി കണ്ടപ്പോൾ ഒന്നും കൂടെ ഞെട്ടി. ഇനി ഈ വാരിക്ക് മെന്റലാണോ എന്നാണ് പോലീസിന്റെ സംശയം. അങ്ങനെ ഫാ പിന്നീട് സ്റ്റേഷനിലേക്ക് വരുന്നു. അപ്പോൾ ഒരു സീനിയർ ഓഫീസർ വിളിച്ചിട്ട് ഈ കണ്ടീഷനിൽ അന്വേഷിക്കാൻ നടക്കണോ, മറ്റു പോലീസുകാർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ കുട്ടിയാണ് ഫായുടെ വയറ്റിലുള്ളത്. എന്നാൽ ഇത് മറ്റു പോലീസുകാർക്ക് അറിയാമെങ്കിലും ഇവർക്ക് പരസ്യമാക്കാൻ കഴിയുന്നില്ല. കാരണം സീനിയർ ഓഫീസറിന്റെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുട്ടിയുമുണ്ട്. അതുകൊണ്ട് ഇവർ സ്നേഹത്തിലാണെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നു. ശേഷം വാരി പറയുന്നത് കള്ളമാണോ അല്ലയോ എന്നറിയാനായി ഫാ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വാരിക്ക് ഒരു മകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ആ ഡ്രൈവറാണ് കള്ളം പറയുന്നതെന്ന് കരുതി അതന്വേഷിക്കാനായി ഫായും ടീമും ഡ്രൈവറിന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് അയാളുടെ ഒരു കണ്ണ് മുറിവ് പറ്റിയതായി ഫായുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫാ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നു, 30 വർഷത്തിനു മുമ്പ് വാരിയെയും വാരിയുടെ അമ്മയെയും ഒരു സൈക്കോ ആക്രമിക്കാനായി വന്നപ്പോൾ ഞാൻ അവരുമായി ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ സൈക്കോ എൻ്റെ കണ്ണിൽ കുത്തിയതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ എന്ന് ഫാ ചോദിക്കുന്നു. അപ്പോൾ ഡ്രൈവർ പറയുകയാണ് കംപ്ലൈൻറ്റ് കൊടുത്തു, പക്ഷേ പോലീസ് അവരെ പിടിക്കുന്നതിന് മുമ്പേ സൈക്കോ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴെ വീണു മരിച്ചു. അതിനുശേഷമാണ് വാരിയുടെ അമ്മ അവളെയും കൂട്ടി ഇവിടെ നിന്ന് പോയത്. വർഷങ്ങൾക്ക് ശേഷം വാരി ഇപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്. എന്നാൽ അവളോടൊപ്പം കുട്ടിയില്ലെന്ന് ഡ്രൈവർ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആൽബത്തിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഫായ് ആരാണെന്ന് ഡ്രൈവറിനോട് ചോദിക്കുമ്പോൾ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്തതായി കാണിക്കുന്നത് ഫായും അസിസ്റ്റന്റും കൂടി വാരിയുടെ വീട്ടിലേക്ക് വന്നിട്ട് വാരിയോട് ചോദിക്കുന്നു, നിങ്ങൾ കയറിയ പെട്രോൾ പമ്പിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു, എന്നാൽ കാർ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടിയില്ലെന്ന് പറയുമ്പോൾ വാരി പറയുന്നു, ഇല്ല മേഡം, മിന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചതാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പോഴാണ് ടേബിളിന്റെ പുറത്തിരുന്ന മിന്നിന്റെ ഫോട്ടോ വാരി കാണുന്നത്. ഇതെടുത്തിട്ട് വാരി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? ഇത് ഡ്രൈവറിന്റെ വീട്ടിൽ നിന്നാണ്, നിങ്ങൾക്ക് ഈ കുട്ടിയെ അറിയാമോ എന്ന് ഫാ ചോദിക്കുമ്പോൾ ഇതെന്റെ മകൾ മിന്നാണെന്ന് വാരി പറഞ്ഞത് കേട്ട് ഫാ അപ്പോൾ ഞെട്ടിപ്പോയി. വാരിക്കിനി മെന്റൽ ആണോ എന്നാണ് ഫായുടെ സംശയം. എന്നിട്ട് ഫാ പറയുന്നു, ഇല്ല, ഇത് നിങ്ങളുടെ ചെറിയ പ്രായത്തിലെ ഫോട്ടോ ആണെന്ന് ഫാ പറയുമ്പോൾ വാരിയും ഷോക്കാകുന്നു. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വാരിക്കും മനസ്സിലാകുന്നില്ല. അവൾ വല്ലാതെ പാനിക് ആവുകയാണ്. അപ്പോൾ ഫാ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കൂ, ഒരു പക്ഷേ അയാൾ കുട്ടിയെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ വാരി ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ ഫാ ഫോൺ വാങ്ങിയിട്ട് ചോദിക്കുകയാണ്, മിന്നെന്തേ? അപ്പോൾ അയാൾ പറയുന്നു, മിന്നിനെ വാരി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫാ പറയുന്നു, നിങ്ങളുടെ കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഫോട്ടോ അയക്കാമെങ്കിൽ കുട്ടിയെ കണ്ടെത്താൻ സഹായകമാകും. അയാൾ അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് മിന്നിന്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഫായും അസിസ്റ്റന്റും ഞെട്ടിപ്പോയി. കാരണം മിന്നും വാരിയുടെ ചെറുതിലത്തെ ഫോട്ടോയും ഒരേപോലെയുണ്ട്. ഇപ്പോഴാണ് ഫായ്ക്ക് മനസ്സിലാകുന്നത് സത്യത്തിൽ വാരിയുടെ കൂടെ മകൾ ഉണ്ടായിരുന്നെന്നും ആ മകൾ മിസ്സായിരിക്കുകയാണെന്നും ഫായ്ക്ക് ബോധ്യമായത്. അങ്ങനെ പോലീസ് ആ ഗ്രാമത്തിലുള്ള ആളുകളെ കൂട്ടി ആ കാട് മൊത്തവും അന്വേഷിക്കുകയാണ്. രാത്രി ഏറെ വൈകി. വാരിയാണെങ്കിൽ നല്ല ടയർഡായിരിക്കുന്നു. ഫാ പ്രഗ്നന്റുമാണല്ലോ. സോ പോലീസ് ഇവരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ വാരിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഫാ ആ വീട്ടിലെല്ലാം പരിശോധിക്കുകയാണ്.
കറണ്ട് ഇല്ലാത്തതിന് ടോർച്ച് അടിച്ചാണ് അവൾ നോക്കുന്നത്. ഇതിനിടയിൽ വാരി ഫായുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് നേരെ ടോർച്ച് അടിച്ചതും ഫായ്ക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. ആ ടൈമിൽ വാരിയുടെ ബാക്കിൽ ഒരു വലിയ രൂപം നിൽക്കുന്നത് കാണാം. എന്നാൽ ഫോൺ കോളിലായതുകൊണ്ട് ഫായ ഇത് കണ്ടില്ല. ഫായെ വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് പറയുന്നത് കാടിനുള്ളിലെ ഒരു തടാകത്തിൽ നിന്ന് ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടുതൽ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അസിസ്റ്റന്റ് വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, സോറി മാഡം, അതൊരു മൃഗത്തിൻ്റെതായിരുന്നു. വീണ്ടും ശ്രദ്ധയോടെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു റൂം പൂട്ടിയിരിക്കുന്നത് കണ്ട് വാരിയോട് ഇതിനെ പറ്റി ചോദിച്ചു. അപ്പോൾ വാരി പറയുകയാണ്, മാഡം, അതെൻ്റെ അമ്മയുടെ റൂമാണ്. അതെന്താണ് പൂട്ടിയിരിക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ വാരി പറയുന്നു, അതെനിക്ക് അറിയില്ല, ചെറുതായിരിക്കുമ്പോൾ ഞാനിതിൽ കയറിയിട്ടില്ല. എന്നാൽ നമുക്ക് ഇന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞിട്ട് താക്കോലെടുത്ത് പൂട്ട് തുറക്കാൻ നോക്കുന്നു. എന്നാൽ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവളുടെ കാറിൽ നിന്ന് ഒരു കമ്പി എടുത്തിട്ട് വന്നിട്ട് ആ പൂട്ട് പൊട്ടിച്ചു. അങ്ങനെ ആ പൂട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴാണ് അത് ബേസ്മെന്റിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാകുന്നത്. അവർ ആ ബേസ്മെന്റിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ കുറെ വലിയ മെഷീൻസ് ഇരിക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ഇവിടെ എന്തോ എക്സ്പെരിമെന്റ് നടത്തിയതായി അവർക്ക് തോന്നുന്നു. താമസിക്കാതെ അസിസ്റ്റൻസും അവിടെ എത്തി കൂടുതൽ നോക്കുമ്പോൾ ബേസ്മെന്റിന്റെ ഫ്ലോറിൽ രക്തക്കറ കണ്ടു. മാത്രമല്ല കണ്ണാടിക്കൂടിന്റെ മുകളിൽ ഒരു ബാൾ കാണുന്നു. അതിന്റെ മുകളിലായി കറുത്ത റൗണ്ട് ഷേപ്പിൽ എന്തോ കാണാം. അപ്പോൾ അവർ മുകളിലത്തെ ഫ്ലോറിൽ ആ കറുത്ത റൗണ്ട് കണ്ട അതേ സ്ഥാനത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ കണ്ടു. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് മാറ്റി താഴെ കിടന്ന മാറ്റി നോക്കുമ്പോൾ താഴെ കണ്ട അതേ റൗണ്ട് ഷേപ്പ് മുകളിലത്തെ ഫ്ലോറിലും കാണുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയും റൗണ്ട് ഷേപ്പ് കാണാം. അങ്ങനെ അവർ ഫസ്റ്റ് ഫ്ലോറിൽ മിൻ കിടന്ന റൂമിൽ വരുന്നു. അതായത് ആ റൂമിലെ ഷെൽഫിലാണ് ആ റൗണ്ട് ബ്ലാക്ക് ഷേപ്പ് വരുന്നത്. അതായത് മിൻ ആ ഷെൽഫിൽ നിന്നാണ് കാണാതെ പോകുന്നത്. അതായത് മിൻ കാണാതെ പോകുന്നതിൽ ആ റൗണ്ട് ഷേപ്പിന് എന്തോ ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് വഴിയെ വരുമ്പോൾ മനസ്സിലാകും. ശേഷം മിൻ അവിടെ ഉണ്ടായിരുന്നെന്ന് കൺഫേം ചെയ്യാനായി ബെഡിൽ നിന്ന് മിന്നിൻ്റെതാണെന്ന് സംശയിക്കുന്ന ഒരു മുടിയും മിൻ യൂസ് ചെയ്ത ബ്രഷും കളക്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു ലക്ഷറി കാർ വീടിന് വെളിയിൽ കിടക്കുന്നത് കണ്ടു. എന്നാൽ അത് ആരുടേതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ആ കാർ അധികം താമസിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വല്ലാതെ ടയേർഡായ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ചെക്കപ്പിന് കൊണ്ടുപോയത് സീനിയർ ഓഫീസർ ആയിരുന്നു. പിന്നീട് അന്ന് രാത്രിയായപ്പോൾ വരിയുടെ വീടിനുള്ളിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ട് പേടിച്ചു പോയ വരിയാണെങ്കിൽ ഫായെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, മേഡം, ഇവിടെ വീടിനുള്ളിൽ ആരോ ഉള്ളതായി എനിക്ക് തോന്നുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, പോലീസ് ഉടനെ അവിടെ എത്തും. എന്ത് സൗണ്ട് കേട്ടാലും റൂമിന് വെളിയിൽ ഇറങ്ങരുതെന്ന് പറയുന്നു. എന്നാൽ വാരി അതൊന്നും കേൾക്കാതെ ഒരു ഗണ്ണും പിടിച്ചു വരുമ്പോൾ 1 2 3 എന്നെണ്ണുന്നതാണ് കേൾക്കുന്നത്. വാരി മിന്നാന്നും കരുതി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് മാസ്ക് ധരിച്ച കുട്ടിയായിരുന്നു. ആ കുട്ടി വാരിയെ കണ്ടതും അവിടെ നിന്ന് ഓടിപ്പോയി മിന്നിന്റെ റൂമിലേക്ക് കയറുന്നു. വാരിയും അവളെ ഫോളോ ചെയ്ത് ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ മാസ്ക് ധരിച്ച കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ ആ ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ ആ മുഖംമൂടി ധരിച്ച കുട്ടി അതിനുള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല പെട്ടെന്ന് ഷെൽഫിലേക്ക് വാരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ അവളുടെ ഫോൺ താഴെ ഫ്ലോറിൽ വീഴുകയുണ്ടായി. അപ്പോൾ ആ ഷെൽഫിനുള്ളിൽ എന്തോ ഒരു പവർ ഉള്ളതായി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ വാരി ഒരു വാം ഹോളിൽ കൂടി താഴേക്ക് പോകുന്നു. അവൾ ചെന്ന് വീഴുന്നത് ആ ബേസ്മെന്റിലെ കണ്ണാടിക്കൂടിലാണ്. അവൾ എഴുന്നേറ്റ് ചുറ്റിനും നോക്കുമ്പോൾ അവിടെ ബേസ്മെന്റിൽ ഒരു ലേഡി നിൽക്കുന്നു. അവരെ കണ്ടിട്ട് വാരി ഷോക്കായി. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് 1992 വാരിയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ഒരു ദിവസം വാരിയുടെ അമ്മയായ പനീഡ ബീച്ചിൽ കൊണ്ടുപോകാനായി വാരിയെ ഒരുക്കുകയാണ്. എന്നാൽ ആ ടൈമിൽ പനീഡയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അവൾ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു എംപ്ലോയി ആയിരുന്നു അവളെ വിളിച്ചത്. പനിയുടെ മകളെ ശ്രദ്ധിക്കാതെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. പനിയുടെ ഈ ഡ്രൈവറാണ് മൂവിയുടെ തുടക്കത്തിൽ കണ്ട ആ ഓൾഡ് മനുഷ്യൻ. അമ്മ വാരിക്ക് നൽകിയ വാക്ക് പാലിക്കാതെ പോയപ്പോൾ അവൾ അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ വാരിയുടെ അച്ഛൻ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. അമ്മയ്ക്ക് അർജന്റ് ആയത് കൊണ്ടല്ലേ, മോൾ വിഷമിക്കേണ്ട, നമുക്ക് പിന്നീട് പോകാം. അതേസമയം പനീഡയെ കാണിക്കുന്നു. പനീഡ ഒരു സയന്റിസ്റ്റ് ആണ്. അവൾ ചെയ്തു വെച്ച ഒരു പവർ പ്ലാന്റിൽ എന്തോ ഒരു എറർ സംഭവിച്ചു. അപ്പോൾ അത് നോക്കാനായിട്ടാണ് അവൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ആ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർക്കേഴ്സ് എല്ലാം പോയി കഴിഞ്ഞ് പനീഡ ഒരു സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഒരു വലിയ മെഷീൻ ഓൺ ആയിട്ട് അതിൽ നിന്ന് ഒരു പുക പോലത്തെ ബാൾ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഈ പുകയിൽ നിന്ന് ഒരു ചെരുപ്പ് പുറത്തേക്ക് ഇട്ടിട്ട് ആ മെഷീൻ ഓഫായി. പനീഡയ്ക്ക് ഇതെന്താണ് നടക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ടും അവൾ ജോലിയുടെ കാര്യം മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാരി ഒരു ബുക്കുമായി വന്നിട്ട്, അമ്മ, എനിക്ക് സ്റ്റോറി വായിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാനെന്ന് പറഞ്ഞ് പനീഡ അവൾക്ക് നേരെ ഷൗട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് വാരി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട്, മോൾ വിഷമിക്കേണ്ട, അച്ഛൻ വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി വായിച്ച് വാരിയെ ഉറക്കി. ശേഷം അച്ഛൻ പനീഡയുടെ അടുക്കൽ വന്നിട്ട്, നിനക്ക് എപ്പോൾ നോക്കിയാൽ ജോലിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, കുട്ടിയെ നോക്കാറില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ 3 പേരും കൂടി ബീച്ചിലേക്ക് പോകുന്നു. എന്നാൽ പനീഡ അത്ര ഹാപ്പി ആയിരുന്നില്ല. അവളുടെ ചിന്ത മുഴുവൻ മെഷീനെ കുറിച്ചാണ്. അവൾ വണ്ടി നിർത്തിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ആ കാറിനെ ഇടിച്ചു.
കുട്ടി വാരിയും അച്ഛനും സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ്. അപ്പോഴാണ് പനീടയ്ക്ക് മനസ്സിലായത് ജോലിയേക്കാൾ മുഖ്യം തൻ്റെ ഫാമിലി ആയിരുന്നെന്ന്. അങ്ങനെ അവൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരുന്നു. അവളുടെ വിഷമം സഹിക്കാൻ കഴിയാത്തതിനാൽ പനീട ഒരു ദിവസം സൂയിസൈഡ് ചെയ്യാനായി ഡാമിന്റെ അടുത്തുള്ള ബ്രിഡ്ജിലേക്ക് വന്നിട്ട് മുകളിൽ നിന്ന് ചാടാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ആ വലിയ മെഷീനിൽ കണ്ട ബ്ലാക്ക് പുക അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനിടെ പനീടയുടെ കാൽ സ്ലിപ്പായി അവളുടെ ഒരു ചെരുപ്പ് ആ പുകയിലേക്ക് വീണു. അപ്പോഴാണ് പനീടയ്ക്ക് മനസ്സിലായത് നേരത്തെ ചെരുപ്പ് പുകയിൽ നിന്ന് വന്നില്ലേ, അത് അവളുടെ ചെരുപ്പായിരുന്നെന്ന്. ഇപ്പോഴാണ് ആ ബ്ലാക്ക് പുകയിൽ തന്റെ ചെരുപ്പ് വീണത്. എന്നാൽ അതിനു മുമ്പേ ചെരുപ്പ് പുകയിൽ നിന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ തന്റെ മക്കളെയും ഭർത്താവിനെയും ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പനീട ചിന്തിക്കുന്നു. അങ്ങനെ അധികം താമസിക്കാതെ അവൾ ആ മെഷീനെല്ലാം അവളുടെ വീടിന്റെ ബേസ്മെന്റിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ മെഷീന് വേണ്ടിയാണ് വീടിന് വെളിയിലൊരു വലിയ ജനറേറ്റർ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഈ മെഷീൻ ഓൺ ആക്കിയിട്ട് വാരിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം പറയുന്നു. എന്നാൽ അവൾ വിചാരിച്ചതുപോലെ അതൊന്നും വർക്കൗട്ട് ആയില്ല. എന്നാൽ മറ്റൊരു ദിവസം മിൻ ഈ കണ്ണാടിക്കൂടിലേക്ക് വീഴുന്നു. പനീട വാരിയെ നോക്കിയിരുന്നപ്പോൾ വന്ന് വീണത് മിന്നു. അതായത് 2024 നിന്ന് 1992 കാലഘട്ടത്തിലേക്കാണ് മിൻ വന്നിരിക്കുന്നത്. അതും അവളുടെ ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതറിയില്ലല്ലോ. മിന്നാണെങ്കിൽ അമ്മയെ കാണാമെന്ന് പറഞ്ഞ് കരയുകയാണ്. പനീട പ്രതീക്ഷിച്ചതുപോലെ സ്വന്തം മകളെയല്ല കിട്ടിയെങ്കിൽ കൂടിയും മിന്നിനെ സ്വന്തം മകളാണെന്നുള്ള രീതിയിൽ കെയർ ചെയ്ത് നോക്കാൻ തുടങ്ങി. അതായത് അവൾക്ക് സ്വന്തം മകളെ നല്ലതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കുറ്റബോധത്തിൽ മിന്നിനെ അവൾ നല്ല രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ മിന്നിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ വാങ്ങിയതാണ് ആ മാസ്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഡ്രൈവർ പനീടയോട് ചോദിക്കുകയാണ്, ഏതാണ് ഈ കുട്ടി? ഇതെന്റെ കസിന്റെ മകളാണ്. ഇവൾ ഇനി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പനീട ഡ്രൈവറിനോട് പറയുന്നു. ആക്ച്വലി വാരി മരിച്ച വിവരം ഡ്രൈവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് മിൻ അമ്മയെ ഫോൺ ചെയ്യണമെന്ന് പനീടയോട് പറയുമ്പോൾ പനീട ഫോൺ കാണിച്ചു കൊടുക്കുന്നു. 2024 കുട്ടിക്ക് ഈ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫോൺ കണ്ടിട്ടില്ലേ എന്ന് പനീട ചോദിക്കുമ്പോൾ അമ്മ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ആണെന്ന് മിൻ പറയുമ്പോൾ പനീടയ്ക്ക് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് മിൻ മാസ്കം ധരിച്ച് ഡ്രോയിങ് ചെയ്യുമ്പോൾ പനീട ഇത് നോക്കി നിൽക്കുന്നു. കുട്ടി നോക്കുമ്പോൾ കാണുന്നത് പനീടയാണ്. എന്നാൽ ഇതേ ഒരു സംഭവം തന്നെ വാരിയും കണ്ടിട്ടുണ്ടായിരുന്നു. വാരി മാസ്ക് ധരിച്ച കുട്ടിയെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ കുട്ടി കണ്ടിരുന്നത് പനീടയായിരുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ പനീട കണ്ണു തുറന്നു നോക്കുമ്പോൾ മാസ്ക് ധരിച്ച മിന്നാണെങ്കിൽ കൈ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഒരു പ്രാവ് പുറത്ത് പോകാൻ പറ്റാണ്ട് അകത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ അത് പനീടയെ കാണിച്ചു കൊടുത്തതാണ്. എന്നാൽ അതേസമയം കൈ ചൂണ്ടി നിൽക്കുന്ന മാസ്ക് ധരിച്ച മിന്നിനെ വാരിയും കണ്ടു. അതായത് വാരി ആ കുട്ടിയെ കണ്ടപ്പോഴെല്ലാം ആ കുട്ടി കണ്ടിരുന്നത് പനീടയായിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. മിൻ പനീടയുമായി കൂടുതൽ അടുത്തു. എന്നിരുന്നാലും പനീടയ്ക്ക് സ്വന്തം മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ അപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. സോ അവൾ വീണ്ടും ബേസ്മെന്റിൽ പോയി ആ മെഷീൻ ഓൺ ആക്കി. അപ്പോൾ ആ കറുത്ത ബാൾ പോലത്തെ പുക ഫോം ചെയ്ത് ബ്ലാക്ക് ഹോൾ കൂടി കണ്ണാടി കൂടി വാരിയെ കൊണ്ടിരുന്നു. പനീട നോക്കി നിന്നത് കുഞ്ഞായ വാരയാണ്. എന്നാൽ ഇവിടെ വന്ന് വീണിരിക്കുന്നതോ വലുതായ വാരി. ആ വാരിയെ കണ്ടിട്ട് പനീടയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ വാരി പനീടയെ നോക്കിയിട്ട് അമ്മ എന്ന് വിളിക്കുന്നു. അതായത് മകൾക്ക് അമ്മയെ അറിയാം, അമ്മയ്ക്ക് മകളെ അറിയില്ല. പക്ഷേ പനീടയാണെങ്കിൽ ഈ പെണ്ണെന്തിനാ എന്നെ അമ്മ എന്ന് വിളിക്കുന്നതെന്ന് ചൊല്ലി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ സീൻ അവൾ കട്ട് ചെയ്തിട്ട് പ്രസന്റ് സീൻ കാണിക്കുന്നു. അതായത് 2024 വാരിയുടെ കോൾ വന്നതിനെ തുടർന്ന് ഫായും ടീമും വാരിയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെയെങ്ങും വാരിയെ നോക്കിയിട്ട് കാണാനില്ല. നേരത്തെ മകളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് അവർ. ശേഷം അവർ ആ റൂമിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പരിശോധിക്കുമ്പോൾ പനീടയുടെ ഒരു ഫോട്ടോ കിട്ടുന്നു. അത് മാത്രമല്ല വാരിയുടെ പെട്ടിയിൽ കുറച്ച് നോട്ട് കെട്ട് കണ്ടെത്തി. ഇത് കഴിഞ്ഞ് അവർ ആ വീട്ടിൽ നിന്ന് പോകാനിറങ്ങിയപ്പോൾ ഡ്രൈവറിനെ കണ്ടു. അപ്പോൾ ആ ഡ്രൈവറിനോട് ചോദിക്കുകയാണ്, വാരിയുടെ അമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? ആ ബേസ്മെന്റിൽ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുകയാണ്, അത് മേഡം എനിക്കറിയില്ല, അവർ ബേസ്മെന്റിലേക്ക് ആരെയും കയറ്റിവിടില്ലായിരുന്നെന്ന് കള്ളം പറയുന്നു. ഇതിനുശേഷം വാരിയെയും മിന്നിനെയും കാണാത്തതിനെ തുടർന്ന് കൂടുതൽ അന്വേഷിക്കാനായി വാരിയുടെ ഹസ്ബൻഡിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതേസമയം സ്റ്റേഷനിലേക്ക് വന്ന ഒരു ലക്ഷറി കാർ സ്റ്റേഷന് മുമ്പിൽ കിടക്കുന്നത് കണ്ടു. ഇതേ കാർ വാരിയുടെ വീടിന്റെ ഫ്രണ്ടിലും കിടക്കുന്നത് ഫായുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സോ അവൾ വാരിയുടെ ഹസ്ബൻഡിനോട് നിങ്ങളുടെ ഭാര്യയും മകളെയും എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരെ തിരക്കാണ് ഈ നാട്ടിലേക്ക് വന്നതെന്ന് വാരിയുടെ ഹസ്ബൻഡ് പറയുമ്പോൾ ഫാ ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലെ രാത്രിയിലല്ലേ ഇവിടെ എത്തിയത്? ഇന്നലെ രാത്രിയിലാണ് വാരിയെ കാണാതെ പോയത്. അപ്പോൾ നിങ്ങൾക്കിതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സീനിയർ ഓഫീസർ അവളെ തടഞ്ഞു. കാരണം വാരിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം തങ്ങിയത് ഒരു ഹോട്ടലിലായിരുന്നു. ഇയാളെ സീനിയർ ഓഫീസർ അവിടെ വെച്ച് കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഫായുടെ കോസിൻ അവിടെ നിന്നു. എന്നിരുന്നാലും ഫായ്ക്ക് വാരിയുടെ ഹസ്ബൻഡ് മേൽ സംശയം തോന്നി തുടങ്ങി. അപ്പോഴാണ് ഫായ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് വാരിയുടെ അമ്മയുടെ ഡ്രൈവറിന്റെ കണ്ണിൽ ഒരു സൈക്കോ കുത്തിയില്ലേ? അപ്പോൾ ആ കേസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്ന് എടുത്തു നോക്കാമെന്ന് കരുതി ഫാ ആ എവിഡൻസ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ഗൺ ഇരിക്കുന്നത് കണ്ടു. ആ ഗൺ കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് ഈ ഗണ്ണ് ഈ കാലഘട്ടത്തിലെ മോഡലാണെന്ന് മനസ്സിലാകുന്നത്. 2024 കാലഘട്ടത്തിലെ മോഡലാണ്. എന്നാൽ 2024 കാലഘട്ടത്തിലെ മോഡൽ 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 2024
അപ്പോൾ ഇതെങ്ങനെ 1992-ൽ വന്നു? ഇവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനുശേഷം ഫ അസിസ്റ്റന്റെയും കൂട്ടി ഭാര്യയുടെ ഹസ്ബൻഡ് ഹോട്ടലിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തങ്ങിയിരുന്നത് എന്നറിയാനായി ആ ഹോട്ടലിൽ ചെന്നിട്ട് CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്. തലേ ദിവസം അയാൾ ഹോട്ടലിൽ തന്നെയായിരുന്നു. കൂടെ സീനിയർ ഓഫീസറുമുണ്ട്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഇവരുടെ അടുത്തേക്ക് 2-3 പെൺകുട്ടികൾ വന്നിരിക്കുന്നത് കണ്ട് ഫായ്ക്ക് ദേഷ്യം വന്നു. കാരണം സീനിയർ ഓഫീസറുമായി ഫായ്ക്ക് അഫെയർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് പാസ് കാണിക്കുന്നു. അതായത് 1992. അവിടെ കണ്ണാടിക്കൂടെ കിടന്ന് വാരി ഞാനാ അമ്മ വാരി ഇത് പറഞ്ഞിട്ട് അമ്മയോട് കെഞ്ചുവാണ്. എന്നാൽ പനിയുടെക്ക് എന്താണ് ഈ പെണ്ണ് പറയുന്നത്? ഇവൾക്ക് എന്റെ മകളുടെ പേര് എങ്ങനെ അറിയാമെന്നും പറഞ്ഞ് പനിയുടെ അന്തം വിട്ട് നിൽക്കുകയാണ്. വാരി വീണ്ടും പറയുന്നു ഞാൻ എന്റെ മകളെ അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ പനിയുടെ ചോദിക്കുകയാണ് നിങ്ങളുടെ മകളുടെ പേരെന്താണ്? മിന്നെന്ന് വാരി പറയുമ്പോൾ പനിയുടെ ഷോക്കായി. അപ്പോൾ മിന്നിന്റെ അമ്മയാണെന്ന് പനിയുടെക്ക് ബോധ്യമായി. ആ ടൈമിൽ വാരിയുടെ കൈവശം ഉണ്ടായിരുന്ന തോക്കെടുത്തപ്പോൾ പനിയുടെക്ക് ചെറിയ ഭയം തോന്നി തുടങ്ങി. എന്നിട്ട് പറയുകയാണ് നീ ആ തോക്കെടുത്ത് പുറത്തേക്കിട്, അങ്ങനെയാണെങ്കിൽ നിന്റെ മകളെ കാണിച്ചു തരാം. അത് പ്രകാരം വാരി തോക്കെടുത്ത് പുറത്തേക്കിട്ടതും പനിയുടെ തോക്കെടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് വാരിയെ ശ്രദ്ധിക്കാനായി പനിയുടെ ഡ്രൈവറിനെ ബേസ്മെന്റിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഡ്രൈവറിനെ കണ്ട വാരിയാണെങ്കിൽ അങ്കിൾ ഇത് ഞാനാ വാരി, എന്നെ തുറന്നു വിട്. എന്നാൽ ഡ്രൈവറിന് ഇത് വല്ലതും മനസ്സിലാകുമോ? അദ്ദേഹം തുറന്നു വിട്ടില്ല. സോ വാരി കുഴങ്ങി വീഴുന്നതായി അഭിനയിച്ചു. ഇത് കണ്ട് ഡ്രൈവർ വേഗം ഡോർ തുറന്നതും വാരി പെട്ടെന്ന് ഡ്രൈവറിനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടുന്നു. എന്നാൽ ആ ബേസ്മെന്റിന്റെ ഡോർ ലോക്കായിരുന്നു. വാരി ഡോറിന്റെ ചെറിയ വിടവിലൂടെ നോക്കിയപ്പോൾ പുറത്ത് മിൻ നിൽക്കുന്നത് കണ്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ഡ്രൈവർ വന്നിട്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടേക്ക് പനിയുടെ വരുന്നു. പനിയുടെയോട് മിൻ പറയുകയാണ് ഇവിടെ എന്തോ സൗണ്ട് കേട്ടെന്ന് പറയുമ്പോൾ പനിയുടെ പറയുന്നു മോൾക്ക് തോന്നിയതാകും, അവിടെ ആരുമില്ല. ഇതിനുശേഷം പനിയുടെ ഡ്രൈവറിനോട് പറയുകയാണ് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനെന്ന്. അതനുസരിച്ച് ഡ്രൈവർ അവളുടെ കാലും കൈയും എല്ലാം കെട്ടി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ വാരിയാണെങ്കിൽ അവളുടെ കാല് നീട്ടി കാറിന്റെ കൺട്രോൾ തെറ്റിച്ച് വണ്ടി ആക്സിഡന്റിൽ പെടുന്നു. വാരി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതിനിടയിൽ ആ FM-ൽ നിന്ന് വർഷം 1992 ആണെന്ന് പറയുമ്പോൾ വാരി അത്ഭുതപ്പെടുന്നു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ സ്വന്തം മകളെ കാണാനായി അവൾ പനിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പനിയുടെ വീടിനടുത്തുള്ള കാട്ടിലെത്തിയിട്ട് വാരി മിന്നിനെ കിടന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് മിൻ അവിടേക്ക് വന്ന് നോക്കിയെങ്കിലും അതിനു മുമ്പേ ഫോളോ ചെയ്തു വന്ന ഡ്രൈവർ ഇവളെ പിടികൂടി അവിടെ നിന്ന് മറയ്ക്കുന്നു. അതുകൊണ്ട് മിൻ വാരിയെ കണ്ടില്ല. പനിയുടെ അവിടേക്ക് വന്നിട്ട് മോൾ എന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്നത്, ഇവിടെ ആരുമില്ലെന്നും പറഞ്ഞ് കുട്ടിയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതേ സമയം പ്രസന്റ് സീൻ കാണിക്കുന്നു. ഫായ്ക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം 2016 രജിസ്റ്റർ ചെയ്ത തോക്ക് 1992 എങ്ങനെ വന്നു? അപ്പോൾ വാരിയുടെയും മിന്നിന്റെയും കാണാതാകലിനും പിന്നിൽ 1992മായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഫാ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ കേസ് അന്വേഷിച്ച ഓഫീസറെ പോയി കണ്ട്. ആ ഓഫീസർ മറ്റാരുമല്ല ഫായുടെ അച്ഛനാണ്. ഫാ ആ കേസിനെ കുറിച്ച് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് അതെ, മിന്നിനെയും പനിയുടെയും ആക്രമിക്കാനായി വന്ന ഒരു സൈക്കോ അബദ്ധവശാൽ മുകളിൽ നിന്ന് താഴെ വീണ് ഇതിനിടയിൽ ഒരു ലാമ്പ് അവരുടെ ദേഹത്ത് വീണത് മൂലം കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി കണ്ടെത്തിയെന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ ഫാ 2016 രജിസ്റ്റർ ചെയ്ത വാരിയുടെ കൈവശം ഉണ്ടായിരുന്ന ആ തോക്കെടുത്ത് കാണിക്കുമ്പോൾ അന്ന് എവിഡൻസായി കിട്ടിയത് ഈ തോക്കാണെന്ന് അച്ഛൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഫാ പറയുകയാണ് ഇല്ല അച്ഛാ, ഇത് 2016 രജിസ്റ്റർ ചെയ്തത്, പിന്നെ എങ്ങനെ അന്ന് വരാനാണ്? എന്നാൽ അച്ഛൻ കടുപ്പിച്ച് പറയുകയാണ് അതല്ല, ഈ തോക്ക് തന്നെയാണ് അന്ന് കിട്ടിയതെന്ന് പറയുന്നു. എന്നിട്ട് അച്ഛൻ വീണ്ടും പറയുകയാണ് ആ സൈക്കോന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നമ്പർ കിട്ടിയിരുന്നു. ആ നമ്പർ ആ എവിഡൻസിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഫാ സ്റ്റേഷനിൽ ചെന്നിട്ട് അതെടുത്ത് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫായുടെ നമ്പറാണ്, ഫാ വാരിക്ക് നൽകിയ നമ്പർ. ഇതെങ്ങനെ അന്ന് വന്നു? ഈ 2 ഇയർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഫായ്ക്ക് സംശയം തോന്നിയത് കൊണ്ട് അവൾ വാരിയുടെ വീട്ടിൽ വന്ന് വീണ്ടും പരിശോധിക്കുന്നു. അപ്പോൾ ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് പാസ്റ്റാണ് കാണിക്കുന്നത്. മിന്നിനെ തിരക്കി ആ വീടിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് വന്ന വാരിയെ ഡ്രൈവർ പിടികൂടി അവളെ വീണ്ടും ബേസ്മെന്റിൽ കണ്ണാടിക്കൂട്ടി കൊണ്ടുവന്ന് പൂട്ടിയിടുന്നു. ഇതിനിടയിൽ വാരി ഒരു കല്ലെടുത്ത് അവളുടെ കൈവശം വെച്ചിരുന്നു. അപ്പോൾ വാരി വീണ്ടും ഡ്രൈവറിനോട് പറയുകയാണ് അങ്കിൾ എന്റെ പേര് വാരി എന്നാണ്, ഞാൻ 2024 നിന്ന് ഈ ഇയറിൽ വന്ന് പെട്ടതാണ്, ഞാൻ എന്റെ മകളെ തിരക്കിയാണ് വന്നത്, എന്റെ മകളുടെ പേര് മിന്നെന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ അത്ഭുതപ്പെടുന്നു. ഉടനെ ഡ്രൈവർ പനിയുടെയോട് ചെന്ന് ചോദിക്കുമ്പോൾ പനിയുടെ പറയുകയാണ് നീ ഞാൻ പറയുന്നത് ചെയ്യുക, അവൾ കള്ളം പറയുകയാണ്, അവളെ വിശ്വസിക്കരുത്, മീൻ എന്റെ മകളാണ്. അങ്ങനെ രാത്രിയാകുമ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ആ ബേസ്മെന്റിന് വെളിയിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വാരി അവിടെ കൈവശമുണ്ടായിരുന്ന കല്ല് വെച്ച് ആ കണ്ണാടിക്കൂടിന്റെ ചില്ല് തകർത്തു. ഉടനെ ഡ്രൈവർ സൗണ്ട് കേട്ട് അവിടേക്ക് ഓടി വന്നെങ്കിലും ആ കണ്ണാടിക്കൂടിന്റെ ഒരു ചില്ല് കഷ്ണം വെച്ച് വാരി അവന്റെ കണ്ണിൽ കുത്തുന്നു. എന്നിട്ട് ഗണ്ണും എടുത്തുകൊണ്ട് മിനിന്റെ റൂമിലേക്ക് വരുന്നു. മകളെ കണ്ടപ്പോൾ അവൾ സന്തോഷം കൊണ്ട് കരയുന്നത് കേട്ട് മിന്നും ഉണർന്നു. എന്നാൽ അപ്പോഴത്തേക്കും പനിയുടെ അങ്ങോട്ട് വന്ന് വാരിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു.
ഈ ഒരു കാഴ്ച മിന്നിന് വല്ലാത്ത ഷോക്കേറ്റു. കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ട് അവളുടെ മൈൻഡിൽ അത്രയേറെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം റൂമിന് വെളിയിൽ വന്ന് വാരി അമ്മയോട് പറയുകയാണ്, അമ്മ ഇത് ഞാനാ അമ്മ, അമ്മയുടെ മകളാണ്. പനീട ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എനിക്കെന്റെ മകളെ വേണമെന്ന് വാരി പറയുമ്പോൾ പനീട ദേഷിച്ച് അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കി താഴെ കിട്ടു. അതേസമയം മുകളിൽ കത്തിക്കിടന്ന ലൈറ്റ് താഴെ വാരിയുടെ മുഖത്തേക്ക് വീണ് അവളുടെ മുഖം കത്തിക്കരികയാണ് ഉണ്ടായത്. അങ്ങനെ ഉടനെ പോലീസ് സംഭവ സ്ഥലത്തെത്തി എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ വാരിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു നമ്പർ കിട്ടുകയുണ്ടായി. അന്ന് പോലീസുകാരൊക്കെ കരുതിയിരുന്നത് അതെന്തോ ലോട്ടറി നമ്പർ ആയിരിക്കുമെന്ന്. എന്നാൽ ഇത് മൊബൈൽ നമ്പർ ആണെന്ന് ഫായത് കണ്ടപ്പോഴല്ലേ മനസ്സിലാകുന്നത്. അപ്പോൾ വാരി ടൈം ട്രാവൽ ചെയ്ത് 1992 പോയി അവൾ മരിക്കുകയാണ് ഉണ്ടായതെന്നും അന്ന് കത്തിക്കരിഞ്ഞ ബോഡി അവളുടേതാണെന്നും ഫാ മനസ്സിലാക്കുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫാ ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. ആ ടൈം സീനിയർ ഓഫീസറും വാരിയുടെ ഹസ്ബൻഡും മറ്റു പോലീസുകാരെല്ലാരും കൂടി അങ്ങോട്ട് വരുന്നു. വാരിയുടെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ദേഷ്യം വന്ന ഫായ ആണെങ്കിൽ അവനെ അടിച്ചിട്ടിട്ട് നീ ഒറ്റൊരാള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ സീനിയർ ഓഫീസർ അവളെ തടയുമ്പോൾ അവൾ അയാൾക്ക് നേരെ ഷൗട്ട് ചെയ്യുന്നു. കാരണം ഹോട്ടലിലെ CCTV ഫുട്ടേജിലൂടെ ഇയാൾ ഒരു വുമണൈസ്ഡ് ആണെന്ന് ഫാ മനസ്സിലാക്കുമ്പോൾ അയാളെ അംഗീകരിക്കാൻ ഫായ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ നിന്നിറങ്ങിയ ഫാ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി താമസിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ ഈ കാര്യം ഓഫീസറെ അറിയിച്ചില്ല. അതിനുശേഷം ഫാ കുഞ്ഞുമായി അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഫായുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഫായോട് പറയുകയാണ്, മാം ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. അതായത് 1992 കത്തി അമർന്ന ഒരു ബോഡി ഉണ്ടായിരുന്നില്ലേ, ആ ബോഡി അന്ന് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ പോലീസ് അതിനെ അൺഐഡന്റിഫൈഡ് ബോഡിയായിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ ആ ബോഡിയുടെ DNA-യും 2024 മിനിന്റെ ഹെയറും ചെക്ക് ചെയ്തപ്പോൾ രണ്ടിന്റെയും DNA തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഫായ്ക്ക് അത് വലിയ ഷോക്ക് ഉണ്ടാക്കുന്നില്ല. കാരണം അവൾ ഇതിനു മുമ്പേ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നല്ലോ. അതിനുശേഷം ഫാ കുഞ്ഞുമായി അവിടെ നിന്ന് പോകുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി പാസ് സീൻ കാണിക്കുന്നു. വാരി മരിക്കുന്നതിന് മുമ്പ് വാരിയും പനീടയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായില്ലേ, അപ്പോൾ ആ ഒരു സൗണ്ട് മിനിനെ ബാധിച്ചു. അവൾ മെന്റലി വീക്ക് ആവുകയും താമസിക്കാതെ മെമ്മറി ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് അവൾ സ്വന്തം അമ്മയെ പോലും മറന്നുപോയി. ഈ അവസരം പനീട നല്ല രീതിയിൽ യൂസ് ചെയ്തു. അവൾ മീനിന്റെ അടുത്ത് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞ് അവളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നു. ശേഷം അവൾ ബേസ്മെന്റിലിരുന്ന മെഷീൻസ് എല്ലാം നശിപ്പിച്ചിട്ട് മിന്നുമായി സിറ്റിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആ വീടിനുള്ളിൽ ബന്ദിയാക്കപ്പെട്ട വാരിയെ കാണാം. അതായത് വാരിയുടെ പ്രേതം. മിന്നിടയ്ക്കൂടെ ഒരു പ്രേതത്തെ കാണാറില്ലേ, അത് ശരിക്കും വാരിയായിരുന്നു. അങ്ങനെ പനീട മിന്നുമായി സിറ്റിയിലേക്ക് പോകുന്നു. പനീട മിന്നിനോട് ഞാനാണ് സ്വന്തം അമ്മയെന്ന് പറഞ്ഞതിനോടൊപ്പം മിന്നിന്റെ പേര് വാരി എന്നാണ് പനീട വിളിച്ചിരുന്നത്. അതായത് മരിച്ചുപോയ വാരിയുടെ പേര് മിന്നിനിട്ടിട്ട് അവളാണ് സ്വന്തം മകളെന്ന് പനീട വരുത്തി തീർത്തു. അങ്ങനെ മിൻ വളർന്നു 2024 വാരിയെ പോലെയാകുന്നു. ഇത് കണ്ടപ്പോൾ പനീട ആകെ ഷോക്കായി പോയി. അപ്പോൾ അന്ന് മരിച്ചുപോയ വാരി പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്ന് പനീടയ്ക്ക് ബോധ്യമാകുന്നു. അവളുടെ മകളെ അവളുടെ കൈയാൽ കൊല്ലപ്പെട്ടതിൽ മനം തൊന്ന് പനീട ആകെ ആവശ്യയായി താമസിക്കാതെ അവൾ മരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം മിന്നാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജേർണലിസ്റ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾ ഇന്റർവ്യൂ എടുക്കാനായി ഒരാളുടെ അടുത്തേക്ക് പോവുകയും ആ വ്യക്തിയുമായി അവൾ പ്രണയത്തിലാകുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു ആ ലൈഫ് മുന്നോട്ട് പോയത്. എന്നാൽ താമസിക്കാതെ അവനിൽ നിന്ന് നല്ല രീതിയിലുള്ള അക്രമമായിരുന്നു അവൾ നേരിട്ടത്. അങ്ങനെ ഒരു ദിവസം മിന്നെന്ന് പറയുന്ന വാരിയാണെങ്കിൽ സ്വന്തം മകളായ മിനിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു സീനാണ് നമ്മൾ മൂവിയുടെ ആദ്യം കണ്ടത്. ഇതിന്റെ എൻഡിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് 2024 വാരി ഭർത്താവിന്റെ ആക്രമണത്തെ തുടർന്ന് മകളായ മിന്നുമായി അമ്മയായ പനീടയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ 1992 പനീട സ്വന്തം മകളായ വാരി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ടൈം ട്രാവൽ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ 2024 മിൻ 1992 വരുന്നു. എന്നിരുന്നാലും സ്വന്തം മകൾക്ക് തുല്യം സ്വന്തം മകളെന്ന് മനസ്സിലാക്കിയ പനീട വീണ്ടും മെഷീൻ ഓൺ ആക്കിയപ്പോൾ 2024 വാരിയാണ് വന്നത്. അതായത് മിന്നിന്റെ അമ്മ. ആ വാരിക്ക് ഇത് തന്റെ അമ്മയാണെന്ന് അറിയാം. കാരണം അവളെ വളർത്തി വലുതാക്കിയത് ഈ പനീടയാണ്. എന്നാൽ അതറിയാത്ത പനീട അവളെ കൊന്നു. എന്നിട്ട് മിന്നുമായി സിറ്റിയിൽ പോയി സ്വന്തം മകളുടെ പേരായ വരി എന്ന് വിളിച്ച് മിന്നിനെ വളർത്തി വലുതാക്കി. അങ്ങനെ വളർന്നു വന്നപ്പോൾ മിന്നായ വാരി പനീട 1992 കൊലപ്പെടുത്തിയ വാരിയെ പോലെ തന്നെയുണ്ട്. പിന്നീട് പനീടയുടെ മരണശേഷം വാരി ഒരാളെ വിവാഹം ചെയ്തു. ശേഷം അവൾക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് മിൻ എന്ന് പേരിട്ടു. എന്നാൽ ഹസ്ബൻഡിന്റെ ക്രൂരതയെ തുടർന്ന് വാരി മകളുമായി നാട്ടിലേക്ക് പോകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ടൈം ട്രാവൽ ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു സൈക്കിൾ ഫോമിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മൂവി മനസ്സിലായെന്ന് കരുതുന്നു. ഈ മൂവിയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.